ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട 30 ചോദ്യപേപ്പറുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുടെയും ഒന്നാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇത്. ഓരോ ചോദ്യവും അതിൻ്റെ അനുബന്ധ വസ്തുതകളും SCRT NCRT ഫാക്റ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് പോലും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് വരാവുന്ന തരത്തിൽ തന്നെയാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മക്കളെ, പറ്റുമെങ്കിൽ ഒരു ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക. 1-2 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യകതയില്ല. കാരണം അത്രയും ഫാക്റ്റുകൾ നമ്മൾ ഓരോ ചോദ്യത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കറണ്ട് അഫയേഴ്സും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ല? അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ 4 എണ്ണത്തിൻ്റെ അകത്ത് ഒരെണ്ണം എന്താണ് 50ാം സംസ്ഥാന ദിനം ആചരിച്ചിട്ടില്ല. ആ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. നമുക്കറിയാം, മണിപ്പൂരാണ് ഒന്നാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ മേഘാലയ, മൂന്നാമത്തെ ഓപ്ഷൻ നാഗാലാൻഡ്, നാലാമത്തെ ഓപ്ഷൻ ത്രിപുരയാണ്. ഓക്കെ, അപ്പോൾ ഈ 4 സംസ്ഥാനങ്ങൾ എന്നാണ് രൂപീകൃതമായത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മണിപ്പൂർ സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് 1972 ജനുവരി 21 മണിപ്പൂർ സംസ്ഥാനം രൂപീകൃതമായത്. ഓക്കെ, ഇനി മേഘാലയ സംസ്ഥാനം രൂപീകൃതമായത് എന്നാ 1972 ജനുവരി 21 തന്നെയാണ് ഏത് സംസ്ഥാനവും മേഘാലയ സംസ്ഥാനവും രൂപീകൃതമായത്. ഓക്കെ, ഇനി ത്രിപുര എന്നാ രൂപീകൃതമായെന്ന് ചോദിച്ചാൽ 1972 ജനുവരി 21 ത്രിപുര സംസ്ഥാനം രൂപീകൃതമായത്. അപ്പോൾ ഈ 3 സംസ്ഥാനവും നിലവിൽ രൂപീകൃതമായത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1972. അപ്പോൾ 50ാം സംസ്ഥാന ദിനം ആചരിച്ച 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതൊക്കെയാ? 1 മണിപ്പൂരാണ്, 2 മേഘാലയാണ്, 3 ത്രിപുര. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, നാഗാലാൻഡാണ്. ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ 50ാം സംസ്ഥാന ദിനം ആചരിക്കാത്ത സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് നാഗാലാൻഡാണ്. നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായ വർഷം എന്നാ ചോദിച്ചാൽ 1963 എന്നാണ് ഡിസംബർ 1 ഏത് സംസ്ഥാനം? നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായത്. ഓക്കെ, അപ്പോൾ നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1963 ഡിസംബർ 1. ഓക്കെ, PSC എക്സാമുകളിൽ ഒത്തിരി തവണ ചോദിക്കാറുള്ള ഒരു വർഷമാണ് ഏത്? 1963 എന്ന് പറയുന്ന ഒരു വർഷം ഒത്തിരി തവണ ചോദിക്കാറുള്ള ഒരു വർഷമാണ് 1963. ഈ 1963 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 1963 പ്രത്യേകതകളാണ്. നമുക്ക് ഒരു സിമ്പിൾ കോഡുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊന്നുമല്ല, മയിൽ നമ്മുടെ ദേശീയ പക്ഷിയായിട്ടുള്ള മയിൽ നാഗത്തെ കഴിക്കാൻ എവിടെ പോയി? തുമ്പയിൽ പോയി എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ മയിൽ നാഗത്തെ കഴിക്കാൻ തുമ്പയിൽ പോയി. വേണമെങ്കിൽ ഇവിടെ 63 നാഗം നിങ്ങളുടെ എഴുതിക്കോ. അപ്പോൾ 1963 പ്രത്യേകതകളായി. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡ് ഇതാണ്. അതായത് മയിൽ 63 നാഗത്തെ കഴിക്കാൻ തുമ്പയിൽ പോയി എന്നുള്ളൊരു കോഡ് ഓർത്ത് വെച്ചാൽ 1963 PSC എക്സാമുകളിൽ ചോദിക്കാറുള്ളൊരു വർഷമാണ്. നിരവധി കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഒന്ന് എന്താണ്? അതായത് നിലവിൽ നമ്മൾ പറഞ്ഞു, അതായത് മയിലിനെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ചത് 1963. അതേപോലെ തന്നെ എന്താണ്? നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായത് 1963. അതേപോലെ തന്നെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ അതിൻ്റെ ഉത്തരവും 1963 തന്നെയാണ്. അപ്പോൾ മയിൽ 63 നാഗത്തെ കഴിക്കാൻ തുമ്പയിൽ പോയി 1963 പ്രത്യേകത നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഈ 3 സംസ്ഥാനങ്ങളും നമുക്ക് കിട്ടി. അതായത് മണിപ്പൂർ, മേഘാലയ, ത്രിപുര. ഓക്കെ, അപ്പോൾ
എന്താണ് ഈ 3 സംസ്ഥാനം രൂപീകൃതമായത് 1972 ജനുവരി 21 നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ PSC എക്സാമുകളിൽ ചോദിക്കാറുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ വർഷം തന്നെ രൂപീകൃതമായ സംസ്ഥാനങ്ങളായിട്ടുള്ള ഛത്തീസ്ഗഡ്, അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ്, അതേപോലെ തന്നെ ജാർഖണ്ഡ്, ഇത് വന്നത് 2000 നവംബർ മാസത്തിലാണ്. ഏത് വന്നത്? ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് ഈ 3 സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 നവംബറിലാണ് ഈ 3 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഛത്തീസ്ഗഡ് വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 നവംബർ 1. ഇനി ഉത്തരാഖണ്ഡ് വന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 നവംബർ 9. ഇനി ജാർഖണ്ഡ് വന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 നവംബർ 15. ഓക്കെ, അപ്പോൾ CUJ 1915 2000 നവംബർ. ഇത് ഇങ്ങനെ അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസർ അവിടെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അതായത് നിലവിൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടുള്ള ഫാക്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഇതിൽ അല്ലാത്തതായിരുന്നു നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായത് 1963 ഡിസംബർ 1 പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബാക്കി 3 സംസ്ഥാനങ്ങൾ മണിപ്പൂർ, മേഘാലയ, ത്രിപുര വന്നത് 1972 ജനുവരി 21 പറഞ്ഞു. അതേപോലെ തന്നെ 1963 ബന്ധപ്പെട്ട് PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളായിട്ടുള്ള ഒന്ന്, നമ്മുടെ ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ചത് 1963. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് 1963. നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്നതും 1963. അതേപോലെ നമ്മൾ പറഞ്ഞതാണ് CUJ 1915 2000. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? അതായത് ഛത്തീസ്ഗഡ് സംസ്ഥാനം 2000 നവംബർ 1 വന്നത്. ദേ ഇവിടെ 1 കിടക്കണം. അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് സംസ്ഥാനം 2000 നവംബർ 9 വന്നത്. ഇനി ജാർഖണ്ഡ് ആണെങ്കിലോ 2000 നവംബർ 15 നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 സംസ്ഥാനങ്ങളും നിലവിൽ വന്നത് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു. CUJ 2000 നവംബർ 5. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് PSC ചോദിക്കാറുള്ള മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്ത് സംസ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ ഗുജറാത്ത് നിലവിൽ വന്ന വർഷം എന്നാണ് ചോദിച്ചാൽ, ഗുജറാത്ത് നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ എന്നാണ് ഗുജറാത്ത് സംസ്ഥാനം നിലവിൽ വന്നത്? ഗുജറാത്ത് സംസ്ഥാനം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1960 മെയ് 1 ഗുജറാത്ത് സംസ്ഥാനം നിലവിൽ വന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്ന ഫാക്റ്റുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന മണിപ്പൂർ, മേഘാലയ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളാണ് 2022 ജനുവരി 21 50ാം ദിനം ആചരിച്ചപ്പോൾ നോർത്ത് ഈസ്റ്റ് റീജിയൻ റീഓർഗനൈസേഷൻ ആക്ട് 1971 പ്രകാരമാണ് ഈ ഒരു സംസ്ഥാനങ്ങൾക്ക് 3 എന്താണ് 3 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, വ്യവസായവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. നോക്കാം നമുക്ക് ഓപ്ഷനിലേക്ക്. ഒന്നാമത്തെ മോത്തിലാൽ നെഹ്റു, 2 സുഭാഷ് ചന്ദ്രബോസ്, 3 BG തിലകാണ്, 4 മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസാണ്. ഈ ചോദ്യത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചറൽ government.in എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നുമാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യം ഇതിക്ക് മുന്നേയും ഡിസ്കസ് ചെയ്തു പോയതാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് ഈ പറയുന്ന 1938 ഒക്ടോബറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് 1938 INCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അപ്പോൾ 1938 ഒക്ടോബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന സുഭാഷ് ചന്ദ്രബോസാണ് ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചത്. ഓക്കെ, ഇനി
ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതിയാണ് എന്തിൻ്റെ, അതായത് ആസൂത്രണ കമ്മീഷൻ്റെ പ്രധാന അല്ലെങ്കിൽ ആസൂത്രണ സമിതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതിയാണ്. ദേശീയ ആസൂത്രണ സമിതിയിലെ അംഗങ്ങൾ, ഓക്കെ, അപ്പോൾ ദേശീയ ആസൂത്രണ സമിതിയിലെ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ അംഗങ്ങൾ എത്രയാണ്? 10 പേരാണ് ദേശീയ ആസൂത്രണ സമിതിയിലെ അംഗങ്ങൾ, 10 പേര്. ഇത് ചെയർമാനെ കൂടാതെയാണ്. ഓക്കെ, അപ്പോൾ ചെയർമാൻ കൂടാതെ ദേശീയ ആസൂത്രണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 10 എണ്ണമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 10 എണ്ണം. ആര് കൂടാതെ? ചെയർമാൻ കൂടാതെ. ദേശീയ ആസൂത്രണ സമിതിയിലെ പ്രധാന അംഗങ്ങൾ ഒന്നാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? എം വിശ്വേശ്വര അയ്യാണ് ഒന്നാമത്തെ വ്യക്തി. എം വിശ്വേശ്വരയ്യ. നമുക്കറിയാം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ. നമ്മൾ ഏറ്റവും കൂടുതൽ എം വിശ്വേശ്വരയ്യയെക്കുറിച്ച് പഠിച്ചേക്കുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? നമ്മുടെ എം വിശ്വേശ്വരയ്യാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു ബുക്ക് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാറുള്ളതാണ്. പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? എം വിശ്വേശ്വരയ്യാണ്. അപ്പോൾ എം വിശ്വേശ്വരയ്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തി എം വിശ്വേശ്വരയ്യാണ്. അതേപോലെ തന്നെ എന്താണ്? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഖ്യാത ഗ്രന്ഥം, ഇന്ത്യൻ ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്ക് അദ്ദേഹം എഴുതിയ ഏറ്റവും വലിയ വിഖ്യാത ഗ്രന്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥം. പ്ലാൻഡ് ഇക്കോണമി. ഓക്കെ, പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് എം വിശ്വേശ്വരയ്യ. അപ്പോൾ ദേശീയ ആസൂത്രണ സമിതിയിലെ പ്രധാന അംഗങ്ങൾ ഒന്ന് എം വിശ്വേശ്വരയ്യാണ്. രണ്ടാമത്തെ ആൾ ആരാന്ന് ചോദിച്ചാൽ പുരുഷോത്തം ദാസ് താക്കൂർദാസ്. ഓക്കെ, പുരുഷോത്തം ദാസ് താക്കൂർദാസ് ആണ് രണ്ടാമത്തെ വ്യക്തി. അതേപോലെ തന്നെ മൂന്നാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേഘനാഥ സാഹയാണ്. ആരാണ്? മേഘനാഥ സാഹ. ഓക്കെ, മേഘനാഥ സാഹ. നാലാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് ആംബലാൽ സാരാഭായി ആണ് ആര്? നാലാമത്തെ വ്യക്തി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വയ്ക്കണം. അതായത് 1938, ഓക്കെ, 1938 എന്താണ്? INCയുടെ പ്രസിഡൻ്റായി സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചത്. അപ്പോൾ 38 ഒക്ടോബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അപ്പോൾ INCയുടെ പ്രസിഡന്റ് 1938 ആരായിരുന്നു? യെസ്, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അദ്ദേഹമാണ് ഏത്? ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതിയാണ് ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ദേശീയ ആസൂത്രണ സമിതിയിലെ അംഗങ്ങൾ നമ്മൾ പറഞ്ഞു എത്ര പേരാണ് അംഗങ്ങൾ എന്ന് പറയുന്നത്? 10 പേരാണ് ദേശീയ ആസൂത്രണ സമിതിയിലെ അംഗങ്ങൾ. ഇത് ചെയർമാൻ കൂടാതെയാണ് കേട്ടോ 10 പേര് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ദേശീയ ആസൂത്രണ സമിതിയിലെ പ്രധാന അംഗങ്ങൾ 4 പേരാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? എം വിശ്വേശ്വരയ്യയുടെ നമ്മൾ 3 പോയിന്റ്സ് പറഞ്ഞു. മക്കളെ ഏതൊക്കെയാ? ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തി, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തി, അതേപോലെ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം, അതായത് പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയതും ആര് തന്നെയാണ്? എം വിശ്വേശ്വരയ്യ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന 4 വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് മേഘനാഥ സാഹ, 2 പുരുഷോത്തം ദാസ് താക്കൂർദാസ്, അതേപോലെ തന്നെ മൂന്നാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മേഘനാഥ് സാഹ, നാലാമത്തെ വ്യക്തി ആംബലാൽ സാരാഭായി. അങ്ങനെ 4 പേരാണ് ഏതിലുണ്ടായിരുന്നത്? നമ്മുടെ ദേശീയ ആസൂത്രണ സമിതിയിലെ പ്രധാന അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക?
ഒന്ന് ഓർത്ത് വയ്ക്കുക. തീർച്ചയായിട്ടും ഇതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം ഇല്ല. കാരണം നമ്മൾ എല്ലാ SCERT NCERT ഫാക്റ്റ് കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് നമുക്ക് മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ 1 ജൻ ജാഗരൺ യാത്ര. ഓക്കെ, എന്താണ് ജൻ ജാഗരൺ യാത്രയാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ദണ്ഡി യാത്ര. മൂന്നാമത്തത് സമാജ് സമത യാത്ര. നാലാമത്തത് ഹരിജൻ യാത്ര പര്യടനം. അപ്പോൾ ഏതാണ് 1933 നമ്മുടെ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തിയ പര്യടനം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഹരിജൻ യാത്ര പര്യടനമാണ്. ഓക്കെ, ഹരിജൻ യാത്ര പര്യടനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഫാക്റ്റുകളിലേക്ക് നോക്കാം. ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ ഹരിജൻ സേവക് സംഘ്. ഓക്കെ, അപ്പോൾ ഹരിജൻ സേവക് സംഘം രൂപീകരിച്ച എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? 1932 ഹരിജൻ സേവക് സംഘം രൂപീകരിച്ചത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിലാണ് ഹരിജൻ സേവക് സംഘത്തിൻ്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഡൽഹിയാണ്. 1932 ഗാന്ധിജി യർവാദ ജയിലിൽ നിരാഹാരം കിടന്ന സമയത്ത് രൂപീകരിച്ച സംഘടനയാണ് ഹരിജൻ സേവക് സംഘ് എന്നുള്ളത്. അപ്പോൾ എന്നാണ് 1932 ഗാന്ധിജി യർവാദ ജയിലിൽ നിരാഹാരം കിടന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ യർവാദ ജയിലിൽ വച്ചാണ് എന്ത് ചെയ്തത്? ഗാന്ധിജി ഈ പറയുന്ന നമ്മുടെ ഹരിജൻ സേവക് സംഘ് ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ച വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നാണ്? 1932. അന്ന് ഗാന്ധിജി യർവാദ ജയിലിലായിരുന്നു കിടന്നിരുന്നത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ ഡൽഹിയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. നമുക്കറിയാം, എപ്പോഴും പറയാറുള്ളതാണ് ഹരിജൻ എന്ന് പറയുന്നൊരു വാക്ക്. ഈ ഹരിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിജൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് എന്തെന്ന് പറയുന്നത്? ഹരിജൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് എന്തെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ മക്കൾ. ഓക്കെ, ദൈവത്തിൻ്റെ മക്കൾ എന്നതാണ് ഹരിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിയമലംഘന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആരംഭിച്ച യാത്രയായിരുന്നു ദണ്ഡി യാത്ര. ഓക്കെ, അപ്പം നിയമലംഘന ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആരംഭിച്ച യാത്ര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ ദണ്ഡി യാത്രയാണ്. ഏതാണ്? ദണ്ഡി യാത്ര. ഹരിജ പ്രസ്ഥാനത്തെ സഹായിക്കുന്നതിനായി അദ്ദേഹം 1 വർഷം നീണ്ട പ്രചരണ പരിപാടി നടത്തുകയും മനുഷ്യത്വരഹിത അയിത്തോച്ചാടനത്തിനെതിരെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി ഭാരത പര്യടനം നടത്തിയ വ്യക്തിയുമായിരുന്നു ആരെന്ന് പറയുന്നത്? ഗാന്ധിജി. ദണ്ഡിയാത്ര ആരംഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദണ്ഡിയാത്ര ആരംഭിച്ചത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. 1930 മാർച്ച് 12. ഓക്കെ, അപ്പോൾ ദണ്ഡിയാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അവസാനിച്ചത് എന്നാ ചോദിച്ചാൽ 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വച്ചാണ് ഇത് എന്ത് ചെയ്തത്? അവസാനിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി യാത്ര ആരംഭിച്ചു. അവസാനിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1930 ഏപ്രിൽ 6. ഓക്കെ, ഏപ്രിൽ 6. അതേപോലെ തന്നെ എന്താണ് തുടങ്ങിയത്? മാർച്ച് 12. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കുക. പിന്നെ PSC ചോദിക്കാറുള്ള ചോദ്യമാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനം. ഒത്തിരി തവണ ചോദിച്ചേക്കുന്ന ചോദ്യമാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനം എന്നുള്ളത്. അപ്പോൾ ഗാന്ധിയുടെ കേരള സന്ദർശനത്തിൽ നമുക്ക് പഠിക്കാനുള്ള കുറേ വർഷങ്ങളൊന്നുമില്ല. ആകെ 5
തവണയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത്. ആ 5 തവണയും നമുക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഗാന്ധിജി കേരളത്തിൽ വന്നത് എത്ര പ്രാവശ്യമാണെന്ന് ചോദിച്ചാൽ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യമാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ഫോൺ നമ്പർ എന്നുള്ള ലെവലിൽ ഈ ഒരു 5 വർഷം ഒന്ന് പഠിച്ചു വച്ചാൽ മതി. അപ്പോൾ ഗാന്ധിജിയുടെ ഫോൺ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 20, 25, 27, 34, 37. ഇതാണ് ഗാന്ധിജിയുടെ ഫോൺ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയുടെ ഫോൺ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? 20, 25, 27, 34, 37. ഇതാണ് ഗാന്ധിജിയുടെ ഫോൺ നമ്പർ. ഓക്കെ, അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ട് വന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത്. അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമായിരുന്നു ഗാന്ധിജി 1920 ഓഗസ്റ്റ് 18 വന്നത്. അപ്പോൾ 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യ കേരള സന്ദർശനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമാണ് 1920 ഓഗസ്റ്റ് 18. അടുത്ത് വന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1925 മാർച്ച് 8. ഓക്കെ, മാർച്ച് 8 രണ്ടാം കേരള സന്ദർശനം. അപ്പോൾ മാർച്ച് 8 രണ്ടാം കേരള സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി വന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ സന്ദർശനം എന്ന് പറഞ്ഞത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1925 മാർച്ച് 8. മൂന്നാമത് വന്നത് 1927 ഒക്ടോബർ 9. ഒക്ടോബർ 9 തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ 9, 1927 വന്നത്. ഇനി നാലാമത് വന്നത് 1934 ജനുവരി 10. ജനുവരി 10 അന്ന് വന്നത് ഹരിജൻ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി 1934 ജനുവരി 10 വന്നത്. ഓക്കെ, ഇനി അടുത്താണ് എന്ന് വന്നത് 1937 ജനുവരി 12. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. അതായത് ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഓക്കെ, ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി വന്നതെന്നാണ് ചോദിച്ചാൽ 1937 ജനുവരി 12 ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്നതാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി വന്നതെന്നാണുള്ളത്. അപ്പോൾ ഗാന്ധിജി കേരളത്തിൽ വന്നത് എത്ര തവണയാണെന്ന് ചോദിച്ചാൽ 5 തവണ. അതിൻ്റെ കോഡാണ് ഗാന്ധിജിയുടെ ഫോൺ നമ്പർ എന്നുള്ള ലെവലിൽ നമ്മൾ പഠിച്ചു. അതായത് ഗാന്ധിജിയുടെ ഫോൺ നമ്പറാണ് ഏത്? 20, 25, 27, 34, 37. അപ്പോൾ 1920 ഓഗസ്റ്റ് 18, 1925 മാർച്ച് 8, 1927 ഒക്ടോബർ 9, 1934 ജനുവരി 10, 1937 ജനുവരി 12. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരവും അതേപോലെ തന്നെ രണ്ടാമത് അദ്ദേഹം വന്നത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗത്തിൽ. ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നതാണ്. ഒന്ന് ഓർത്തു വച്ചോ, ഉറപ്പായും നമുക്ക് അടുത്തു വരുന്ന എക്സാമിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഹരിജൻ യാത്ര ആരംഭിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ സേവാഗ്രാം ആശ്രമം മഹാരാഷ്ട്രയാണ്. ഹരിജൻ യാത്ര അവസാനിച്ചത് ചല്ലപ്പള്ളി ആന്ധ്രാപ്രദേശിലാണ് അത് അവസാനിക്കുന്നത്. ഓക്കെ, ഹരിജൻ യാത്ര നടത്തിയത് 1933 ഏത്? ഹരിജൻ യാത്ര നടത്തിയത് 1933. ഓക്കെ, ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഒരിക്കൽ ചോദിച്ചതാണ് 1925. അതായത് രണ്ടാം കേരള സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് 1925 ആരെ കണ്ടത്? ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്റ്റെങ്കിലും ഇതിൻ്റെ അകത്ത് പഠിച്ചു വെക്കണം. കാരണം ഒത്തിരി തവണ PSC ചോദിക്കാറുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നാലാമത്തെ ചോദ്യമാണ് അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണെന്നുള്ളത്. അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ നോക്കിയേ. ഒന്നാമത്തെ പുരാണകില, രണ്ടാമത്തെ ലാഹോർ കോട്ട, മൂന്നാമത്തെ ആഗ്ര കോട്ട, നാലാമത്തെ അലഹബാദ് കോട്ട. ഇതിൻ്റെ അകത്ത് അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ആൻസർ പുരാണകിലയാണ്. ഓക്കെ, പുരാണകിലയാണ്. ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് NCERT +2 ഹിസ്റ്ററി ചാപ്റ്റർ 8 നിന്നുമാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ റാങ്ക് ഫയലിലും ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ചോദ്യത്തിൻ്റെ നിലവിലെ ഫാക്റ്റുകൾ ചർച്ച ചെയ്തിട്ടതാണ്. ഓക്കെ, എന്നിരുന്നാലും കറക്റ്റായിട്ടൊരു സോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. അതായത് NCERT +2 ഹിസ്റ്ററി സെക്കൻഡ് പാർട്ടിൽ ചാപ്റ്റർ 8 നിന്നും ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി അക്ബറിൻ്റെ ഭരണകാലത്തെ പ്രധാന നിർമ്മിതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അക്ബറിൻ്റെ ഭരണകാലത്തെ പ്രധാന നിർമ്മിതികളിൽ ഒന്നാമത്തെയാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ലാഹോർ കോട്ട. അതേപോലെ തന്നെ രണ്ടാമത്തെയാണ് പഞ്ച്മഹൽ, അലഹബാദ് കോട്ട,
ദിവാൻ ഇ കാസ്, അലഹബാദ് നഗരം, ജ്യോതിഷ് മഹൽ, ജമാ മസ്ജിദ്, ബുലന്ദ് ദർവാസ, ജോധാബായ് മഹൽ, ഷെയ്ഖ് സലീം ചിസ്തിയുടെ ശവകുടീരം. ഇതാണ് അക്ബറിൻ്റെ കാലത്തെ പ്രധാനപ്പെട്ട നിർമ്മിതികൾ എന്ന് പറയുന്നത്. ഈ പുരാണകില നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത്, അതായത് പുരാണകില എന്ന് പറയുന്നത് ആരുടെ നിർമ്മിതിയല്ല, അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ടയാണ് പുരാണകില. ഈ പുരാണകില എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഓക്കെ, ഡൽഹിയിലാണ് പുരാണകില സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് ഡൽഹിയിലാണ്. നിർമ്മാണം ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1533 പുരാണകില നിർമ്മാണം ആരംഭിച്ചത്. ഈ പുരാണകല നിർമ്മാണം ആരംഭിച്ച സമയത്ത് അന്നത്തെ മുഗൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ മക്കളെ, ആരാണ്? ഹുമയൂണാണ്. ഓക്കെ, ആരാണ്? ഹുമയൂണാണ്. ഓക്കെ, അപ്പോൾ പുരാണകില സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹിയിലാണ്. പുരാണകില നിർമ്മാണം ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് 1533. പുരാണകിലയുടെ നിർമ്മാണം ആരംഭിച്ച സമയത്തെ മുഗൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഹുമയൂണാണ്. പുരാണകില പണി പൂർത്തിയാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അത് ഷേർഷാ സൂരിയാണ്. ഷേർഷാ സൂരി. ഓക്കെ, അപ്പോൾ ഷേർഷാ സൂരിയാണ് എന്ത് ചെയ്തത്? നിലവിൽ പുരാണകില പണി പൂർത്തിയാക്കിയത്. നമുക്കറിയാം സൂർവംശ സ്ഥാപകനായിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ ഷേർഷാ സൂരി എന്ന് പറയുന്നത്. അപ്പോൾ ഷേർഷാ സൂരി എന്താണ് പണി പൂർത്തിയാക്കിയത് പുരാണകിലയുടെ? അദ്ദേഹമാണ് സൂർവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഷേർഷാ സൂരിയാണ്. ഓക്കെ, പുരാണകില അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പഴയ കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് പുരാണകില. ഓക്കെ, അപ്പോൾ പുരാണകില അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മക്കളെ എന്താണ്? പഴയ കോട്ട. ഓക്കെ, അപ്പോൾ പുരാണകില അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പഴയ കോട്ട. ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി പോണത്. പഴയ കോട്ട എന്ന പേരിലാണ് പുരാണകില അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ സൂഫി സന്യാസിയായ ഷെയ്ഖ് സലീം ചിസ്തിയുടെ ബഹുമാനാർത്ഥം അക്ബർ സ്ഥാപിച്ച നഗരമാണ് ഫത്തേപൂർ സിക്രി. ലാൽ കില, ഫോർട്ട് റൂജ്, കില ഇ അക്ബരി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആഗ്ര കോട്ടയാണ്. അതേപോലെ തന്നെ ആഗ്ര കോട്ട നിർമ്മിച്ചത് ഏത് ഭരണകാലത്താണെന്ന് ചോദിച്ചാൽ മുഗൾ ഭരണമാണ്. ആഗ്ര കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അത് അക്ബറാണ്. അക്ബർ സ്ഥാപിച്ച മതം ഒത്തിരി തവണ ചോദിച്ചേക്കണെയാണ്. അക്ബർ സ്ഥാപിച്ച മതം ഏതാന്ന് ചോദിച്ചാൽ ദിൻ ഇലാഹി. ഓക്കെ, ദിൻ ഇലാഹി മതം ആരുടെയാണ്? അക്ബറുടെയാണ് ദിൻ ഇലാഹി മതം. അക്ബറുടെ ഭരണതലസ്ഥാനമാണ് ഫത്തേപൂർ സിക്രി. ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫത്തേപൂർ സിക്രിയാണ്. ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ, ഏതാണ് അക്ബറിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെടാത്ത കോട്ട എന്ന് പറയുന്നത്? യെസ്, പുരാണകിലയാണ്. പുരാണകില സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഡൽഹിയിലാണ് പുരാണകില സ്ഥിതി ചെയ്യുന്നത്. പുരാണകിലയുടെ നിർമ്മാണം എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1533. ആരാണ് ഇത് പണി തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ആരാണ്? ഹുമയൂണാണ്. ഈ ഹുമയൂണാണ് ഇത് പണി തുടങ്ങിയത്. എന്നാൽ പുരാണകിലയുടെ പണി പൂർത്തിയാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ് മക്കളെ? ഷേർഷാ സൂരിയാണ് പണി പൂർത്തിയാക്കിയത്. ഷേർഷാ സൂരിയാണ്. അപ്പോൾ പുരാണകിലയുടെ പണി പൂർത്തിയാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഷേർഷാ സൂരിയാണ്. ഷേർഷാ സൂരി അറിയപ്പെടുന്നത് ആരാണ്? അതായത് സൂർവംശ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ഷേർഷാ സൂരിയാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു പുരാണകില അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പഴയ കോട്ട എന്നറിയപ്പെടുന്നതാണ് പുരാണകില. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓക്കെ, അപ്പോൾ വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത്, ഓപ്ഷൻ നോക്കിയേ, രാമനമ്പി, പഴശ്ശിരാജ, തലക്കൽ ചന്തു, എടച്ചേന കുങ്കൻ. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് SCRT സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് 10 ചാപ്റ്റർ 4 നിന്നും ചോദിച്ച ചോദ്യമാണിത്. അപ്പോൾ വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ മക്കളെ നമ്മുടെ ആൻസർ ആരാണ്? രാമനമ്പിയാണ്. ഓക്കെ, അപ്പോൾ കുറിച്യർ കലാപം എപ്പോഴും PSC ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരു വർഷമാണ് കുറിച്യർ കലാപത്തിൻ്റെ നടന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ 1812 ഏത് കുറിച്യർ കലാപം നടക്കുന്നത്. കുറിച്യർ കലാപം നടക്കുന്നത് 1812. കുറിച്യർ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതും നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചതും നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. അപ്പോൾ എന്തായിരുന്നു ഈ പറയുന്ന വയനാട്ടിലെ കാടുകളിൽ നടന്ന കുറിച്യർ കലാപത്തിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ 3 കാരണങ്ങളാണ് നിലവിലുണ്ടായിരുന്നത്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ളൊരു ചോദ്യമാണെങ്കിൽ ഇങ്ങനെ ഒരു 3 കാരണങ്ങൾ എന്താണെന്നുള്ളത് താഴെ പറയുന്നവയിൽ കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട കാരണങ്ങളിൽ ഉൾപ്പെട്ടത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത് 3 കാരണങ്ങളിൽ ഒന്നാമത്തെ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. അടുത്തത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഓക്കെ, കുറിച്യർ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ഗോത്ര വിഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് കുറുമ്പർ. അപ്പോൾ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ഗോത്ര വിഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതാണ് ആരെന്ന് പറയുന്നത് കുറുമ്പർ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ച വയനാട്ടിലെ ഗോത്ര ജനത നടത്തിയിരുന്ന പരമ്പരാഗത കൃഷി വെരി ഇമ്പോർട്ടൻ്റ്, അതാണ് ഏതെന്ന് പറയുന്നത് വെട്ടിച്ചൂട്ടു കൃഷി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വെട്ടിച്ചൂട്ട് കൃഷി ആണ് എന്തെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ച വയനാട്ടിലെ ഗോത്ര ജനത നടത്തിയ പരമ്പരാഗത കൃഷി അറിയപ്പെട്ടതാണ് വെട്ടിച്ചൂട്ട് കൃഷി. ഓക്കെ, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് TH ബേബർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതായത് 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ് അത് TH ബേബർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. TH ബേബർ. കുറിച്യർ കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ കുറിച്യർ കലാപ സമയത്തെ തലശ്ശേരി കളക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ തലശ്ശേരി കളക്ടർ ആരായിരുന്നു മക്കളെ തലശ്ശേരി കളക്ടർ എന്ന് പറയുന്നത് അത് TH ബേബർ ആണ്. ഓക്കെ, TH ബേബർ ആണ് കുറിച്യർ കലാപ സമയത്തെ നമ്മുടെ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു TH ബേബർ. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ച വർഷം എന്നാണ് ചോദിച്ചാൽ 1812 മെയ് 1. കുറിച്യർ കുറുമ്പർ എന്നീ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ പങ്കെടുത്തു. ദക്ഷിണ വയനാട്ടിൽ കുറുമ്പരുടെ ആർമിക്ക് നേതൃത്വം നൽകിയത് രാമനമ്പിയായിരുന്നു. കുറിച്യർ അധിവസിച്ചിരുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. കുറിച്യർ അധിവസിച്ചിരുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമ്മുടെ കണ്ണൂർ അതേപോലെ തന്നെ വയനാട് എന്നീ പ്രദേശങ്ങളിലാണ് കുറിച്യർ കുറുമ്പർ എന്നീ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ താമസിച്ചിരുന്നത്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ വയനാട് പ്രദേശങ്ങളിലാണ്. ഇനി കുറുമ്പർ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി മേഖലയിലാണ്. ഓക്കെ, അപ്പോൾ കുറുമ്പർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ്. ഓക്കെ, അട്ടപ്പാടി. യെസ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു പോയിൻ്റാണ്, അതായത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. അതായത് ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്യുക നാട്ടിൽ നിന്നും പുറത്താക്കുക. അത് തന്നെയാണ് വട്ടത്തൊപ്പിക്കാർ, വെള്ളക്കാർ, അതേപോലെ തന്നെ വട്ടത്തൊപ്പിക്കാർ, ശീമക്കാർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ. അപ്പോൾ ബ്രിട്ടീഷുകാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക, അതായിരുന്നു കുറിച്യർ കലാപത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഗോത്ര ജനതയ്ക്ക് മേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ. ആരാണ്? തോമസ് വാർഡൻ. ബ്രിട്ടീഷുകാർ കുറിച്യർ ലഹള അടിച്ചമർത്തിയ വർഷം 1812 മെയ് 8 ഇത് എന്ത് ചെയ്തത് നിലവിൽ അടിച്ചമർത്തിയത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യണം പഠിച്ചു വയ്ക്കണം. അതേപോലെ കുറിച്യർ കലാപകാരികൾ സ്വീകരിച്ച യുദ്ധമുറ ചിലപ്പോൾ ചോദിക്കാം, ഗറില്ല യുദ്ധരീതി കേട്ടോ. അപ്പോൾ ഗറില്ല യുദ്ധരീതി ആയിരുന്നു ആരുടെ ഈ പറയുന്ന
കുറിച്യർ കലാപത്തിലെ നമ്മുടെ കുറിച്യർ കലാപകാരികളുടെ യുദ്ധമുറ എന്ന് പറയുന്നത് ഗറില്ല യുദ്ധരീതി, അതായത് ഒളിഞ്ഞു നിന്ന് പോരാടുക, അതായിരുന്നു കുറിച്യർ കലാപത്തിൽ സ്വീകരിച്ച യുദ്ധമുറ എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഓടിച്ചൊന്നുകൂടി പറയാം. അതായത് കുറിച്യർ കലാപം നടന്ന വർഷം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, 1812 കുറിച്യർ കലാപം നടക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, രണ്ടാമത്തത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, മൂന്നാമത്തത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു, അതായത് കുറിച്യർ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത മറ്റൊരു ഗോത്ര വിഭാഗമാണ് കുറുമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ കുറിച്യരെ കൂടാതെ പങ്കെടുത്തതാണ് കുറുമ്പർ. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ച വയനാട്ടിലെ ഗോത്ര ജനത നടത്തിയിരുന്ന പരമ്പരാഗത കൃഷി അറിയപ്പെട്ടതാണ് ഏത്, വെട്ടിച്ചുട്ട് കൃഷി എന്ന പേരിൽ അറിയപ്പെട്ടത്. അതേപോലെ തന്നെ TH ബേബർ പറഞ്ഞൊരു കാര്യം, അതായത് 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അത് TH ബേബറാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു പോയിൻ്റാണ്, നിലവിൽ ഈ പറയുന്ന കുറിച്യർ എന്ന് പറയുന്ന വിഭാഗം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്, കണ്ണൂർ, വയനാട് എന്നീ സ്ഥലങ്ങളിലാണ് കുറിച്യർ അധിവസിച്ചിരുന്നത്. കുറുമ്പർ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ കുറിച്യർ കലാപത്തിൻ്റെ മുദ്രാവാക്യം, കുറിച്യർ കലാപത്തിൻ്റെ മുദ്രാവാക്യമാണ് നമ്മൾ പറഞ്ഞത്. മുദ്രാവാക്യം ഏതാണ്, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നത് ഏത് കലാപവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ള മുദ്രാവാക്യം. അതേപോലെ നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന കുറിച്യർ കലാപത്തിൻ്റെ സമയത്ത് കുറിച്യർ കലാപകാരികൾ സ്വീകരിച്ച യുദ്ധമുറ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഗറില്ല യുദ്ധമുറയാണ്. ഈ ഗറില്ല യുദ്ധമുറ എന്ന് പറയുന്നത് മക്കളെ എന്താണ്, ഒളിഞ്ഞു നിന്നുള്ള പോരാട്ടത്തെയാണ് ഗറില്ല യുദ്ധമുറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.